ഹലോ ഗൈസ്. പനി ആയോണ്ട് നമ്മൾ കുറച്ച് പനി ആയോണ്ട് കുറച്ച് നാള് വ്ളോഗൊന്നും ഇട്ടില്ല. മടിയല്ല, പനിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് 2-3 ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു. ഇന്ന് നമ്മൾ കിച്ചണറിൽ പോവാണ്. നമ്മളെപ്പോഴും പറയാറില്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്ഥലം. അവിടെ നമുക്ക് കുറേ പേരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, കുറേ സ്ഥലമുണ്ട് പോവാം. അപ്പം നമുക്ക് അവിടെ പോവാം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിക്ക് വേണ്ടി ക്ലിനിക്കിൻ്റെ നല്ല പ്രൊഡക്റ്റാണ് കാണിച്ചതി. ഇതിനകത്ത് ഫേസ് വാഷും ഉണ്ട്, സ്ക്രബ് ഉണ്ട്, പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് ഉപയോഗിച്ചിട്ട് അതി പറയാം. അപ്ലൈ ചെയ്യുവാണ്. വരുന്ന പാട് നിങ്ങൾക്കും ഇതുപോലൊക്കെ ഉണ്ടോ ഗൈസ്? ഷൂ ഇടാൻ പാട്. ഞാൻ കുറച്ച് ടൈറ്റായിട്ടുള്ള ഷൂ ഇട്ടെ. ഏകദേശം കിച്ചണർ എത്താറായിട്ടുണ്ട്. സൺഡേ ഡേ ആണ് ഇന്ന്, പക്ഷേ ഫീൽസ് ലൈക്ക് -30 ആണ്. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് കോൾഡും ഉണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ അബിയുടെ കസിൻ്റെ വീട്ടിലാണ്. അവിടെ ചേച്ചിയുണ്ട്, ചേച്ചി, ചേട്ടൻ, പിന്നെ 2 പിള്ളേർ. അവിടെ പോയിട്ട് പിന്നെ നമ്മുടെ വേറെ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട്, സബീന ചേച്ചി, യാസിൻ ചേട്ടൻ, പിന്നെ അവർ 2 ഫാമിലിയായിട്ടാണ് താമസിക്കുന്നത്, ആ 2 പിള്ളേർ. അവിടെ പോയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ പാർട്ടി നടക്കുന്നിടത്തോട്ട് പോകണം. അവിടെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും വരും, മിക്ക ഫ്രണ്ട്സും വരും. 2 പേര് മാത്രം വരത്തില്ല, ബാക്കി എല്ലാവരും വരും. അപ്പം അവിടെ പോയി അവർ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അത് ബീഫ് ബിരിയാണി കഴിക്കണം. നല്ല സ്ഥലമാണ്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ഇഷ്ടമാണ്. നമ്മൾ സ്കാർബോയിലെക്കാട്ടിലും ഇവിടെ കുറച്ചുകൂടെ കാണാനും ഒക്കെ രസം ഇവിടാണ്. പൊയ്ക്കൊണ്ടിരിക്കുക, ട്രാഫിക് ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 29 മിനിറ്റായി. സാധാരണ ഭയങ്കര ലേറ്റ് ആകത്തില്ലേ? നല്ല സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഇത് ചേച്ചി എടുത്ത് ചെന്നിട്ട് എല്ലാവരെയും കാണിക്കാം കേട്ടോ. കണ്ടോ ഗൈസ്, ഫുള്ള് മഞ്ഞ്, കാറ്റൂടെ വന്നാലുള്ള അവസ്ഥ ഇതാ. ഇവിടൊക്കെ നിന്നാ ഉണ്ടല്ലോ നമ്മൾ ഐസായി പോകും. അത്രയും കാറ്റും തണുപ്പുമാണ്. അതെ, ഭയങ്കര പാടാണ്. ഈ വെയിലുണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ തണുപ്പോടുണ്ടെങ്കിൽ പുറത്തിറങ്ങാനേ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അത് എത്താറായി. അതിന് മുന്നേ നമുക്ക് പിസ്സയും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകും. അവിടെ 2 കുട്ടികളുണ്ട്, പിസ്സയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാം. നല്ല പുറത്തിറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവും. കാരണം അത്രയും റൗണ്ട് അബൌട്ടിൽ വന്ന. റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ആൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം ആ കാറ് പോകുന്നിടം വരെ. അതാണ് ഞാൻ നോക്കിയത്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് പിസ്സ പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്താ അഭി വാങ്ങിച്ചേ? ഏത് ഫ്ലേവറാ? ചിക്കൻ ബേക്കൺ ആൽഫ്രെഡോ. അത് നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ്. എപ്പോഴും വാങ്ങുന്നത് നമ്മളതല്ലേ, ചിക്കൻ ബേക്കൺ ആൽഫ്രെഡോ. പിന്നെ നമ്മളൊരു കോക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതെന്താ? ഗാർലിക് സോസ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഡൊമിനോസ്. അങ്ങനെ നമ്മൾ ഗീത ചേച്ചി എടുത്ത് വന്നു. ചേച്ചി നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നു. മോള് വരയ്ക്കുകയാണ്, അവൾ നന്നായിട്ട് വരയ്ക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നത് സബീന ചേച്ചി അടുത്താണ്. അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അബിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചേട്ടൻ, ചേട്ടൻ്റെ വൈഫാണ് ചേച്ചി. അവിടെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്, അവരൊരുമിച്ച് താമസിക്കുന്ന 2 പിള്ളേരുണ്ട്. നമ്മൾ അവിടോട്ടാണ് പോകുന്നത്. അത് വീടെത്തി, തൊട്ടടുത്താ. ഇപ്പം നമ്മൾ ഗീത ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ തൊട്ടടുത്താണ് ഇവരുടെ വീട്. അപ്പം നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്വന്തം പറ പറ പേര് പറ. ഇതാരാണ്? ഇതാരാ? മിണ്ടാത്ത കുട്ടി ഉമ്മച്ചി. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു, പിള്ളേരോടൊപ്പം കളിച്ചു. പിള്ളേർക്ക് 2 1 വയസ്സാണ്, നല്ല കുസൃതിയാണ്. 3 പേരോടെ ചേർന്ന
അവരുടെ കൂടെ കുറേ കളിച്ച് അപ്പോൾ ചേച്ചി എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാറുണ്ട്, മന്തി ബിരിയാണിയൊക്കെ. അപ്പോൾ ഇന്നും ബിരിയാണിയായിരുന്നു, ചിക്കൻ ബിരിയാണി, കുറേ സാലഡ്, അതെല്ലാം കഴിച്ചു. നമ്മുടെ വയറ് ഓൾറെഡി ഫുള്ളായിരുന്നു, എന്നാലും നമ്മളത് കഴിക്കും. അങ്ങനത്തെ നല്ല ടേസ്റ്റിയാണ്. കഴിച്ചിട്ട് നമ്മൾ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ആദ്യം നമ്മളടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഇല്ലാന്ന് വന്ന് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല -30 ആണല്ലോ, കണ്ടോ ഇതുപോലൊക്കെ ഫ്രീസായിട്ടിരിക്കുന്നത്. അങ്ങനെ ഓടിച്ചെടുത്തതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിനി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇത് മമ്മി, ഇത് എനിക്ക് തന്ന കപ്പ്. ഇത് അയനാപ്പോൾ, ഇത് അയനാപ്പോളിന്റെ ഡാഡി, ഇത് അയനാപ്പോളിന്റെ എയും മെൽവിൻ മാത്യുവിന്റെ എമ്മും ആണ്. അല്ല ഇത് അഭിജിത്തിന്റെ എയും. അഭിജിത്തിന്റെ എ കാണിച്ചേ, എ കുടിക്കുന്ന എം ഫോർ മഹാലക്ഷ്മി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ചപ്രി കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ജോയലിനെ പിക്ക് ചെയ്യാൻ വന്നേക്കുവാണ്. നമ്മൾ ഫൈനലി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ ജോയലിനെ കൂടെ പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് വന്നേക്കുവാണ്. അവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനായ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മുടെ റീമിത്ത, നമ്മുടെ നിഹാദ്, ഇതെന്താ? അത് കഞ്ഞിയും പയറും. ഇത് കഞ്ഞിയും പയറും, ഇത് കഞ്ഞിയും പുഴുക്കുവോ? ഓക്കെ, ഇത് രണ്ടതാണ്. അടക്കം ഞാൻ ആദ്യം ഒന്ന് തുടക്കം. ഇതാണ് നമ്മുടെ ഇത് അബി, ഇത് സബി, അത് ജോയൽ, അത് ലിജോ, നിഹാദ്, ജോഫി ഏറ്റവും പ്രായം കുറഞ്ഞ ആള്, ഇത് അയനാപ്പോൾ, അത് റീമിത്ത, ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് ജോയൽ, അത് ചപ്രി. അല്ല, ബീഫ്, ചിക്കൻ, മന്തി. കുറേ നേരം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചു. എല്ലാവരും ചിരിച്ചും കളിച്ചും. നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ട്, 1 മന്തായി എല്ലാവരോടും ഒരുമിച്ച് കൂടിയിട്ട്. വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഇപ്പം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിശേഷമൊക്കെ സംസാരിച്ചിട്ട് നമ്മളൊരു 3:30 വരെ എല്ലാവരും മിണ്ടിയും പറഞ്ഞു വരുന്നു. പിന്നെ എല്ലാവരും പതിയെ പോയി, നമ്മളും പോയി. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ സാറ്റർഡേ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ ഇനിയും വരും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.